2002 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത നന്ദനം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് വെള്ളിത്തിരയിലെത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒട്ടനവധി വേഷപ്പകർച്ചയിൽ ഇദ്ദേഹം തിളങ്ങി. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ അറിയപ്പെടുന്ന നിർമ്മാതാവും സംവിധായകനും കൂടിയാണ് പൃഥ്വിരാജ്. തന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ക്ലബ് ചിത്രവും നടൻ തന്റെ കൈക്കുള്ളിൽ ആക്കി കഴിഞ്ഞു. മാർച്ച് 28-ന് ആടുജീവിതം എന്ന സിനിമ റിലീസ് ചെയ്തത്. ബ്ലെസ്സിയുടെ ഈ ചിത്രത്തിനായി പൃഥ്വി നടത്തിയത് ചെറുതല്ലാത്ത ഡെഡിക്കേഷനാണ്. ഒരുപക്ഷെ മറ്റൊരു നടനും ചെയ്യാത്തത്ര ട്രാൻസ്ഫോർമേഷൻ പൃഥ്വി തന്റെ ശരീരത്തിൽ നടത്തിയിരുന്നു. അതിനെല്ലാമുള്ള പ്രതിഫലമായിരുന്നു തിയേറ്ററുകൾ മുഴങ്ങിക്കേട്ട കയ്യടി. ഒടുവിൽ ഏറ്റവും വേഗത്തിൽ 50-100 കോടി ക്ലബിൽ ഇടം നേടുന്ന സിനിമയും നടനും എന്ന ഖ്യാതിയും പൃഥ്വിക്ക് സ്വന്തമായി. കഴിഞ്ഞ ദിവസമാണ് ആടുജീവിതം 100 കോടി തൊട്ടത്. എന്നാൽ ഈ നേട്ടത്തിന് പുറമെ മലയാള സിനിമയിൽ മറ്റൊരു നടനും ലഭിക്കാത്ത ഖ്യാതിയും പൃഥ്വിരാജ് സ്വന്തമാക്കിയിട്ടുണ്ട്. നായകനായി അഭിനയിച്ച സിനിമയും സംവിധാനം ചെയ്ത സിനിമയും 100 കോടി ക്ലബിലുള്ള ഏക മലയാള നടനാണ് പൃഥ്വിരാജ്. മലയാള സിനിമയിൽ ഇതുവരെ മറ്റാർക്കും നേടാനാകാത്ത ഖ്യാതി വെറും 9 ദിവസത്തിലാണ് താരം സ്വന്തമാക്കിയത്. അതേസമയം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബാറോസ് റിലീസിനൊരുങ്ങുന്നുണ്ട്. എല്ലാം ഒത്തുവരികയാണെങ്കിൽ, കളക്ഷനിൽ വൻകുതിപ്പ് നടത്തുകയാണെങ്കിലും മോഹൻലാൽ ഈ നേട്ടം കൊയ്യാൻ സാധ്യത ഏറെയാണ്. അങ്ങനെയായാൽ പൃഥ്വിരാജിന് മാത്രം സ്വന്തമായ ഈ സുവർണാവസരം മോഹൻലാലിനും കൂടി സ്വന്തമാകും. എന്തായാലും എന്താണ് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ നടക്കുക എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു.